പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ 25 പേരടങ്ങിയ പോലീസ് സംഘം അന്വേഷിക്കും. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 26 ആയി. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും. 60-ലധികം പേർ ഇക്കാലയളവിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പരാതി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കൺസേൺ. അതിന്റെ ഗൗരവാവസ്ഥ കണക്കിലെടുത്താണോ പ്രത്യേക അന്വേഷണ സംഘം അജിത ബീഗം? ശ്രീത്, തീർച്ചയായും ഹാഷ്മി, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ അത്ഭുതപ്പെട്ടുപോയി തങ്ങളെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. DIG അജിത ബീഗമാണ് ആ സംഘത്തെ നയിക്കുക. അവർക്കാണ് അന്വേഷണ ചുമതല. നേരത്തെ DYSP S നന്ദകുമാറിനായിരുന്നു അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന് ചുമതലയുള്ള DYSP S നന്ദകുമാറിൽ നിന്ന് നേരെ പോകുന്നത് DIG അജിത ബീഗത്തിലേക്കാണ്. ഈ ടീമിൽ പത്തനംതിട്ട SP VG വിനോദ് കുമാറുണ്ട്, പത്തനംതിട്ട DYSP S നന്ദകുമാറുണ്ട്. ഇത് കൂടാതെ 25 അംഗ സംഘമാണ്, പ്രത്യേക പരിശീലനം ലഭിച്ച കേസന്വേഷണത്തിൽ പ്രാവീണ്യമുള്ള 25 അംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമാണ്. പെൺകുട്ടി പറയുന്നു 62 അല്ലെങ്കിൽ 64 എന്ന പേരൊക്കെ പറയുന്നുവെങ്കിലും ഇത് കൃത്യമായ രീതിയിൽ കോടതിക്ക് മുൻപിലെത്തണം, അല്ലെങ്കിൽ ഇവരെ പിടികൂടണം, തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്. അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകില്ല. കൃത്യമായ രീതിയിൽ എല്ലാ കാടടച്ചുള്ളൊരു അറസ്റ്റ് നടക്കില്ല എന്ന കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടത് പോലീസിന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് വന്ന് ഈ കസ്റ്റഡിയിലാകുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക എന്ന ഒരു രീതി വേണ്ട എന്ന കൃത്യമായ രീതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. പലരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്, അവരെ പ്രത്യേകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അറസ്റ്റിലേക്ക് കടക്കുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് 26 എന്നൊരു നമ്പറിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന 6 പേരുടെയാണ്. നിലവിൽ 13 പേർ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റാളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത ഇനിയും വരാനുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ അത്തരത്തിൽ അറസ്റ്റ് എന്നൊരു നടപടിയാണെങ്കിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുതിയ അന്വേഷണ സംഘം വരികയാണ്. ഇതുപോലെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പീഡന കേസിൽ പുതിയ അന്വേഷണ സംഘം വരികയാണ്. എന്തായാലും പെൺകുട്ടിയുടെ മൊഴി വീണ്ടും എടുക്കും. നിലവിൽ ഇപ്പോൾ പെൺകുട്ടി പറയുന്ന ഈ ഒരു 62 അല്ലെങ്കിൽ 64 പേർ തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള മൊഴി ഒരു എക്സാജറേറ്റർ, ഒരു ഊതിപ്പെരിപ്പിച്ച കണക്കാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ മൊഴിയെടുപ്പ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതികളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനാകുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാഷ്മി, ശ്രീജിത്ത്, ഇതിപ്പോൾ ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ പെൺകുട്ടി സേവ് ചെയ്തിട്ടവരുടെ നമ്പർ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം ഏത് വഴിക്കാണ് ശ്രീജിത്ത്? ശ്രീജിത്ത്, കേൾക്കാവോ? ഞാൻ ചോദിച്ചത് ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിക്കേണ്ടതായി ഉണ്ടോ? ഇപ്പോൾ 60 പേർ എന്ന് പറയുന്ന കണക്കത്. ഓക്കെ, ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ അങ്ങേറ്റം അസാധാരണമാണ്. അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടുകഴിവില്ലാത്ത ഒന്നാണത്. 60-ലധികം പേർ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. അപ്പോൾ അതിൽ 26ഓളം പേർ ഇതിനോടൊപ്പം തന്നെ പിടിയിലായിട്ടുണ്ട്. 2 പേർക്ക് 17 വയസ്സ് പൂർത്തിയാവാത്തവരാണ്.